ഏത് പാർട്ടി ആണെങ്കിലും അതിൻ്റെ ചാലകശക്തി യുവാക്കളാണ്. അനുഭവജ്ഞാനമുള്ള ആളുകൾ വേണം, അതേസമയം യുവാക്കളും വേണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും എനിക്ക് 70 വയസ്സ് കഴിഞ്ഞപ്പോൾ അത് നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ തകർന്നു കിടക്കുന്ന തറവാട് വളരണം, വളർത്തണം. ഞാൻ മരണശൈലിയിൽ ആകുമ്പോൾ കേരളത്തിൻ്റെ നെറുകയിൽ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക പാറിക്കടിക്കണം എന്നുള്ളതാണ് എൻ്റെ അന്ത്യാഭിലാഷം. ഞാൻ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അവസ്ഥ വന്നപ്പോൾ EMS നമ്പൂതിരിപ്പാടാണ് പറഞ്ഞത് മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ. അതെനിക്ക് കിട്ടിയ വലിയ ബഹുമതിയായിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്തെ തൈക്കാട്ടെ ശാന്തി കവാടത്തിലെ വൈദ്യ ശ്മശാനത്തിൽ എൻ്റെ ചിത എരിയുന്നത് വരെ ഞാൻ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തരാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് എങ്കിലും അതിപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു വിവരം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് എങ്കിലും സപ്തതി കഴിഞ്ഞതിനാൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മത്സരിക്കാൻ കിടപിടിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളും എല്ലാവരും തന്നെയാണ്, വ്യക്തികളാണ് നമ്മുടെ പൊതുസമൂഹത്തിലുള്ളത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം മത്സരിക്കാനില്ല എന്നുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത്, ദീർഘനാളായി കോൺഗ്രസിൻ്റെ നേതാവാണ്. ഇതുവരെയും കോൺഗ്രസിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ ഒരു MLA ആയി അദ്ദേഹം MLA പോലുമായി മാറിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് തന്നെ. സർ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. താങ്കൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് തന്നെ കോൺഗ്രസ് തരാൻ തയ്യാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. എന്താണ് ഇതിനുള്ള കാരണം? ഞാൻ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് വമ്പിച്ച സ്വീകാര്യതയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും കിട്ടിയത്. ഇപ്പോൾ KPCC ഓഫീസിൽ ഞാൻ എല്ലാ ദിവസവും വരുന്നു, ഇവിടെ തന്നെ ഇരിക്കുന്നു. എല്ലാ കാര്യത്തിലും എനിക്കൊരു ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ തന്നെ എന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം, ജയസാധ്യതയുള്ളതെന്നാണ് മിക്കവാറും എല്ലാ ആളുകളുടെയും. നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ അനുജന്മാരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു സ്നേഹം എനിക്കുള്ളത് കൊണ്ട് അവർക്ക് എന്നെ പരിഗണിക്കണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ നിലപാട് അല്ല. അതിന് കാരണം എനിക്ക് സപ്തതിയായി എന്നുള്ളതല്ല പ്രശ്നം. അതിനേക്കാളേറെ ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കാലഘട്ടത്തിൽ അധികാര കുത്തകയ്ക്കെതിരായി പോരാടിയ ആളാണ്. അന്ന് 2 ടേം കഴിഞ്ഞവർ മാറണം, പുതിയ തലമുറയ്ക്ക് വരാനുള്ള അവസരം വേണം എന്ന ഒരു സിദ്ധാന്തവുമായി മുന്നോട്ട് പോവുകയും ആ സിദ്ധാന്തം നടപ്പിലാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിൽ പതനം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കരുത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും എനിക്ക് 70 വയസ്സ് കഴിഞ്ഞപ്പോൾ അത് നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് 25-ാം വയസ്സിൽ KSU പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എനിക്ക് ലോക്സഭയിലോ അസംബ്ലിയിലോ മത്സരിക്കാമായിരുന്നു. അതിനൊരു പ്രശ്നമുണ്ടായിരുന്നു. അന്നല്ല അർഹതയുണ്ടായിരുന്നു, സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേണ്ട നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഞാൻ എടുത്ത നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊക്കെ പ്രായം കുറഞ്ഞു, 25 വയസ്സിലേക്ക് MLA MP ഒന്നും ആവണ്ട, കുറച്ചുകൂടെ മുതിർന്നവർക്ക് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഞാൻ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അവസ്ഥ വന്നപ്പോൾ EMS നമ്പൂതിരിപ്പാടാണ് പറഞ്ഞത് മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ. അതെനിക്ക് കിട്ടിയ വലിയ ബഹുമതിയായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ശേഷം വന്ന പല ആളുകൾ എൻ്റെ തലയ്ക്ക് മുകളിൽ കയറി പോവുകയും ചെയ്തു. ഞാൻ അവരെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഹോം സീറ്റായ തിരുവനന്തപുരം വെസ്റ്റ് എനിക്ക് തരാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായിരുന്നു. AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും കരുണാകരനും എല്ലാം സംഭവിച്ചാണ് ഞാൻ ഇലക്ഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്താണ് അധികാര കുത്തകയ്ക്കെതിരെ ഉള്ള ഒരു വലിയ മുന്നേറ്റമായി ഞാൻ നീങ്ങിയത്. അതിൽ അന്നത്തെ പ്രായം ചെന്ന ആളുകളോട് അസ്വസ്ഥരായി. അവരെനിക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് MV രാഘവനെ എൻ്റെ സീറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ തന്നെ കരുണാകരൻ പറഞ്ഞു, നോർത്ത് സീറ്റ് അദ്ദേഹത്തിന് അവകാശപ്പെട്ട സീറ്റാണ്, അവിടെ മത്സരിക്കാം, ഞാൻ ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ എടുത്ത നിലപാട് എന്നെ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് സീറ്റ് വേണ്ട, ഞാനൊരു പ്രതിഷേധം കാണിക്കും. അന്ന് ഉമ്മൻചാണ്ടി എടുത്തൊരു നിലപാടാണ് എന്നെ പ്രതിഷേധത്തിനിടയാക്കിയത്. പക്ഷെ അത് വൈകാരികമായ സമീപനമായിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നീതി കൊടുത്താൻ ബാധ്യസ്ഥനല്ലേ. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് എനിക്കിപ്പോൾ വാർദ്ധക്യത്തിലെത്തിയിരിക്കുമ്പോൾ 25-ാം വയസ്സിൽ MLA MP ആവേണ്ട ഒരാൾ 75-ാം വയസ്സിൽ MLA ആയിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട്
എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറുന്ന ഒരവസ്ഥ ഉണ്ടാകണം. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 25 വയസ്സുകാർക്ക് 30 വയസ്സുകാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ കോൺഗ്രസിൽ സ്ഥിരമായി സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുണ്ട്. അത് പാർലമെൻറ്റ് രംഗത്തുമുണ്ട്, സംഘടനാ രംഗത്തുമുണ്ട്, ഒഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ സ്ഥിരമായ അധികാര സൗഭാഗ്യങ്ങൾ കുറേ പേർക്ക് മാത്രം നിൽക്കുകയാണ്. ആ സ്ഥിരം മുഖങ്ങൾ മാറിയേ മതിയാവും. അതേസമയം ഒരു അവസരവും കിട്ടാത്ത എത്രയോ ഹതഭാഗ്യന്മാരുണ്ട്. അവർക്ക് ഒരു അവസരം കിട്ടുന്ന 10 വർഷം കഴിഞ്ഞ് വരികയാണ്, അവർക്ക് അവസരം കിട്ടുന്ന ഈ ഒരു അവസരം കിട്ടിയില്ല, പിന്നെ അവർക്ക് ജീവിതത്തിൽ കിട്ടില്ല. അവർക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് വെച്ച് ഈ മുട്ടിൽ വെച്ച് എഴുതി ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്നല്ല. ജനസമ്മതിയും പ്രവർത്തനക്ഷമതയും പാരമ്പര്യവും എല്ലാം നോക്കി അവരുടെ സ്വീകാര്യത നിയോജകമണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കിലെടുത്തുകൊണ്ട് മാത്രം മതി. പക്ഷേ വൃദ്ധകേസരികളിൽ നിന്നും കോൺഗ്രസിനെ മുക്തമാക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ നിലപാടല്ല, പണ്ടും പറഞ്ഞ നിലപാടാണ്. അപ്പം എനിക്കും വാർദ്ധക്യമായി. ആ വാർദ്ധക്യത്തിൽ നിൽക്കുമ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, ഒരു പാർട്ടി ഏത് പാർട്ടി ആണെങ്കിലും അതിൻ്റെ ചാലകശക്തി യുവാക്കളാണ്. അനുഭവജ്ഞാനമുള്ള ആളുകൾ വേണം, അതേസമയം യുവാക്കളും വേണം. അപ്പം അനുഭവജ്ഞാനത്തിൻ്റെ പേരിൽ യുവാക്കളുടെ വയസ്സെന്നൊരു മാത്രം തള്ളിക്കയറ്റി നടത്തുകയും സ്ഥിരമായിരിക്കുകയും പുതിയ തലമുറയ്ക്ക് അവസരം കിട്ടാതെ വരികയും ചെയ്താൽ ഒരു പാർട്ടിയും അത് നിലനിൽക്കില്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഒരു ടെസ്റ്റ് കേസാണ്. ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കൊക്കെ പ്രാമുഖ്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ തന്നെയും അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ ഇപ്പോൾ AICC ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ AICC ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ 12 വയസ്സ് മുതൽ കോൺഗ്രസിൽ ഒരു രാഷ്ട്രീയ ജീവിയായി പ്രവർത്തിക്കുന്ന ആളാണ്. അധികാരത്തിൻ്റെ ഇടനാഴികൾ തന്നെ കണ്ട് വളർന്ന ആളാണ്. പക്ഷേ കോൺഗ്രസിന് വേണ്ടി ഞാൻ കഠിനാധ്വാനവും ത്യാഗവും സഹിച്ച ആ അധ്വാനത്തിൻ്റെ മൂലധനം കോൺഗ്രസിൽ ഇപ്പോൾ നിശ്ചയമായിട്ടുണ്ട്. അതിൻ്റെ പലിശ പോലും ഞാൻ പറ്റിയിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. അതേസമയം ഞാൻ കോൺഗ്രസിലെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് അവകാശവാദം ഉയർത്താനുള്ള എല്ലാ അർഹതയുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു അവകാശവാദം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. ഇവിടെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യുവാവായിരുന്നപ്പോൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യത്തിൽ തന്നെയാണ് എൻ്റെ മനസ്സിപ്പോഴും കുഴിക്കിടക്കുന്നത്. ആ മുദ്രാവാക്യങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം പരിഹരിക്കണമെങ്കിൽ ഒരു തലമുറ മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് അതേ സംബന്ധിച്ചിടത്തോളം എല്ലാം കിട്ടിയ ആളുകൾ തൽക്കാലം ഒന്ന് സ്വയം മനസ്സിലാക്കി, ഞങ്ങൾക്കെല്ലാം കിട്ടിയതല്ലേ, കിട്ടാത്ത ഒത്തിരി ആളുകളില്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം ഒഴിയാനുള്ള സന്നദ്ധത കാണിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിനീത അപേക്ഷ. ഈ ദീർഘനാളത്തെ രാഷ്ട്രീയ ജീവിതത്തിന് ഒടുവിൽ, അതായത് അതിന് ഇടയിൽ ഇപ്പോൾ വാർദ്ധക്യമായിരിക്കുന്നു. ഇതിന് മുൻപ്, അതായത് MLA സ്ഥാനം ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല താങ്കൾക്ക്. അതിലൊരു പരിഭവമോ മറ്റോ പാർട്ടിയോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലാഭനഷ്ട കണക്കുകൾ നോക്കിയിട്ടില്ല. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം ആവില്ല, ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇവിടെ ഞാൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും കേരളത്തിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി തലയുയർത്തി നിൽക്കാൻ കഴിയുന്നു, ശരീരത്തിലും മനസ്സിലും കറവില്ലാതെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജീവിത നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പാർലമെൻ്ററി രാഷ്ട്രീയം തന്നെയാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെങ്കിലും അതിൽ എനിക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ എന്നെ ഒരു ദുഃഖകഥാപാത്രമാക്കാം. പക്ഷേ എനിക്കിപ്പോൾ ആ ദുഃഖമില്ല. കാരണം എൻ്റെ ജീവിതം എനിക്ക് ഈ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ പോയില്ലെങ്കിൽ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എനിക്ക് എൻ്റേതായൊരു മൂല്യം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ചെറിയാൻ വിൽപ്പ് തന്നെയാണ്. ചെറിയാൻ വിൽപ്പ് തന്നെയാണ് എൻ്റെ ബ്രാൻഡ്. അതുകൊണ്ട് അതിന് അപ്പുറം ഒരു ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയാൻ വിൽപ്പ് ആവാനേ പറ്റൂ, വേറൊന്നും ആവാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായി കഴിയുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു. ആ പറയാനുള്ള ആർജവം ഈ വാർദ്ധക്യകാലത്ത് എനിക്കുണ്ട്. അതിനുള്ള ചിന്താശേഷിയും ഓർമ്മശക്തിയും ഒക്കെ എനിക്കുള്ളതുകൊണ്ട് ഞാൻ മരണം വരെയും കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും. മാത്രമല്ല, തിരുവനന്തപുരത്തെ തൈക്കാട്ടെ ശാന്തി കവാടത്തിലെ വൈദ്യ ശ്മശാനത്തിൽ എൻ്റെ ചിത എരിയുന്നത് വരെ ഞാൻ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് നിന്നും ഇങ്ങോട്ട് മടങ്ങി വന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് ഒറ്റ ഉത്തരവേ എനിക്കുള്ളൂ. ചില ആളുകൾ കരുതുന്ന പോലെ എനിക്ക് രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലൊന്നുമല്ല. എനിക്ക് പരമാവധി പരിഗണനയാണ് ഇടതുപക്ഷം തന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു അഭയക്ഷ കേന്ദ്രത്തിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് നല്ലത് എന്നുകൊണ്ട് അന്ത്യവിശ്രമം കൊള്ളാമെന്ന് തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ ഈ തകർന്നു കിടക്കുന്ന തറവാട് വളർത്തണം. ഞാൻ മരണശൈലിയിൽ ആകുമ്പോൾ കേരളത്തിൻ്റെ നെറുകയിൽ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക പാറിക്കടിക്കണം എന്നുള്ളതാണ് എൻ്റെ അന്ത്യാഭിലാഷം. മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു, യുവാക്കൾ ഇനി പാർട്ടിയുടെ മുൻനിരയിലേക്ക് വരേണ്ടതുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന്. ആ ഒരു ആശയം തന്നെയാണ് പൊതുസമൂഹത്തിലേക്ക് ശ്രീ ചെറിയാൻ ഫിലിപ്പും എത്തിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.